കോഴിക്കല്ല് മൂടൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അന്ന് 15/3/26 ഏകദേശം 11 മണിയോടുകൂടി ഉച്ചപൂജ കഴിയും. ഉച്ചപൂജയ്ക്ക് നേദ്യത്തിന് അടയ്ക്കുമ്പോൾ തന്നെ ഇവിടുത്തെ അവകാശികളായ ഭഗവതി വീട്ടുകാർ അവർ വന്ന് ഇപ്പോൾ കിടക്കുന്ന കോഴിക്കല്ല്, ആ കോഴിക്കല്ലിനെ തൊട്ട് അപ്പുറത്ത് തന്നെ 2 കുഴി കുത്തി ആ കുഴിയിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ കല്ല് കിടന്നിരുന്ന സ്ഥലത്ത് ഒരു തിണ്ട് പോലെ ഉണ്ടാക്കും. ആ തിണ്ടുമ്മ ദേവസ്വം കൊടുക്കുന്ന പുതിയ പട്ട് വിരിക്കും. ആ പട്ട് വിരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 11 മണിക്ക് ഉച്ചപൂജ നട തുറന്ന് തച്ചോളി വീട്ടുകാർ വരും. അപ്പോൾ ഈ ഭഗവതി വീട്ടുകാർ ചോദിക്കും 3 പ്രാവശ്യം, തച്ചോളി വീട്ടുകാർ ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കുമ്പോൾ അവർ 2 കോഴിയായിട്ട് അവിടെ അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഇറിനോട് കൂടി വന്ന് കോഴിയെ വയ്ക്കുന്ന സമ്പ്രദായം. കോഴി ആദ്യമായിട്ട് അവർ വിളിച്ചു ചോദിക്കുമ്പോൾ കോഴിയെ അവർ പട്ടുമ്മ വയ്ക്കും. അതാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. അപ്പോൾ തന്നെ കോഴിക്കല്ല് കോഴിയെ വെച്ച് കഴിഞ്ഞാൽ ഭരണിപ്പാട്ട് തുടങ്ങായി. ഭരണിപ്പാട്ട് പാടുന്നത് അത് വരുന്ന ഭക്തന്മാർ, വെളിച്ചപ്പാടന്മാർ, അതുപോലെ ഒരു സംഘമായിട്ട് വരുന്ന വെളിച്ചപ്പാടന്മാരാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ കോഴിക്കല്ല് മൂടിയാൽ അപ്പോൾ പാട്ട് തുടങ്ങും. കോഴിക്കല്ല് മൂടുന്ന ദിവസം 15/3/2026 കാലത്ത് 4 മണിക്ക് നട തുറക്കും. നടക്കുന്നതിന് മുമ്പ് ഏകദേശം 3:30 മണിക്ക് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ വന്ന് തൊഴുത്, പടിഞ്ഞാറ് നട തൊഴുത് ഭണ്ഡാര സമർപ്പണം നടത്തി അതോടുകൂടിയാണ് ഭരണിയുടെ തുടക്കം കുറിക്കുന്നത്.